കള്ളം മാത്രം പറയാൻ പാടില്ല. സത്യം പറയാതിരുന്നാ പോരെ. എന്ത് എളുപ്പമാണ്. നിങ്ങളുടെ പേരെന്താണ്? ഞാൻ പ്രിപ്പയർ ആവട്ടെ. എപ്പോഴും ചെയ്യുന്ന കാര്യം സത്യം മാത്രം പറയണോണ്ട് ഇത് ബുദ്ധിമുട്ടായിരിക്കും. കള്ളം മാത്രം പറയാം. കള്ളമേ പറയാവൂ. പ്രിപ്പയർ ചെയ്യണ എന്തിനു വേണ്ടിയിട്ടാണ്? കള്ളം പറയാൻ തയ്യാറെടുത്തിട്ട് വേണം പറയാൻ. മുഖത്തുണ്ടാ ലക്ഷണം. സിമ്പിൾ ചോദ്യങ്ങൾ. പേരെന്താണ്? പേര് ബാലു. ജോലി എന്താ? ജോലി എന്താ? എനിക്ക് വാർക്കപ്പണി. ഞാൻ ഗൾഫിലാ ഇപ്പോഴും. എന്താണ് ചെയ്യണേ? അവിടെ ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ചില്ല് ചെയ്ത് ജോലി അന്വേഷിക്കുന്നുണ്ട്. ജോലി അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ, അത്ര എത്തിയിട്ടുള്ളൂ. ജാടയുണ്ടോ? ഭയങ്കര ജാട. ഏറ്റവും ജാട കാണിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? വെറുതെ ഇരിക്കും. അതിലും വലിയൊരു ജാട എന്താണ്? അപ്പന്റെ അമ്മയുടെയും ഇതൊക്കെ ആയിട്ട് ചെലവിലൊക്കെ ആയിട്ട് ടോവിനോ ജാടയുണ്ടോ? അതേ ഉള്ളൂ. ഏറ്റവും അവസാനമായിട്ട് ഒരാൾ വന്നിട്ട് ടോവിനോ നിന്റെ ഇത്ര ജാട പാടില്ല എന്ന് പറഞ്ഞൊരു കാര്യം എന്താണ്? അത് എപ്പോഴും പറയാറുണ്ട്. ഓർക്കുന്നില്ല. ഡ്രസ്സിന്റെ കാര്യത്തിലാണോ, സ്റ്റൈലിന്റെ കാര്യത്തിലാണോ, സംസാരത്തിന്റെ കാര്യത്തിലാണോ, സിനിമ സെലക്ഷൻ, പെരുമാറ്റം, എല്ലാം അതിൽ പെട്ടു. ആളുകളുടെ ഫാൻ ക്രേസ് കാണുമ്പോൾ എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോൾ സന്തോഷമാണോ സങ്കടമാണോ? ദേഷ്യമാണ്. ഭയങ്കര അല്ലേ? ഏറ്റവും അടുത്ത് അങ്ങനെ ഒരു ദുരനുഭവം ഏതായിരുന്നു? ഓ ബാലു എന്നൊക്കെ പറഞ്ഞ് വന്ന് ചായ വേണോ കാപ്പി വേണോ? നിഷ്കളങ്കമായ എന്റെ ചോദ്യം, നിഷ്കളങ്കമായ എന്റെ മുഖം. വിശ്വസിക്കൂ എന്നെ, വിശ്വസിക്കൂ. ആളുകളുടെ ഫാൻ ക്രേസ് കാണുമ്പോൾ സങ്കടമാണോ സന്തോഷമാണോ? കള്ളം മാത്രമേ പറയാവുള്ളൂ. സങ്കടം വരും. ഏറ്റവും അവസാനം സങ്കടം വന്നത് എപ്പോഴായിരുന്നു? പറഞ്ഞില്ലേ എപ്പോഴും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുമിച്ചാ താഴ്ത്തു കയറി വന്നത്. അപ്പൊ താഴ്ത്ത് ഭയങ്കര എല്ലാരും കൂടി നിന്ന് വീഡിയോ. നമ്മുടെ കാര്യം വെച്ച് നമുക്ക് സങ്കടം വരും. ഫേവറേറ്റ് ആക്ടർ? കുട്ടങ്ങി. ഞാൻ ബാലു. എനിക്കതും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ തന്നെ. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവാൻ താല്പര്യപ്പെടുന്നില്ല. മലയാള സിനിമയുടെ ഇടയിൽ തന്നെ കുത്തിരിപ്പുണ്ടാക്കി. ഈ ആട്ടുന്നോലും കൊള്ളാൻ ചെന്നായി ചേരുന്നുണ്ട്. കൊറേ കഷ്ടപ്പെട്ടിട്ടാ. അടുത്തത്, ഇന്റർവ്യൂവിൽ കള്ളം പറയാറുണ്ടോ? ഞാൻ കള്ളം പറഞ്ഞിട്ടേ ഇല്ല. ഓ മിടുക്കാ, ഇതുവരെ എത്ര ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേക്കുന്നത്. ഇന്റർവ്യൂവിൽ കള്ളം പറയാറുണ്ടോ? വല്ലപ്പോഴും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേക ഉത്തരങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, മറ്റു താരങ്ങളുടെ സിനിമ കണ്ടു കഴിയുമ്പോൾ ഇത് ഞാൻ ചെയ്ത എന്ത് നന്നായിരുന്നു, എന്ത് എന്നെ വിളിക്കാനും ഇത് ഇത്ര നന്നായി വന്നല്ലോ എന്നുള്ള പോലത്തെ അസൂയകൾ വരാറുണ്ടോ? പിന്നെ വരാറുണ്ടോ? ഓ സത്യസന്ധ. ഉറപ്പായിട്ടും ഏറ്റവും അടുത്ത് അങ്ങനെ അസൂയ വന്ന ഒരു സിനിമ? മഞ്ഞുമൽ ബോയ്സ്. ഇപ്പഴും കളി മറ്റേ തന്നെയല്ലേ?